കഴിഞ്ഞ ദിവസം അന്തരിച്ച നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കരുടെ സംസ്കാരം നടക്കുകയാണ്. അതിനുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാവാലത്ത് തറവാട്ട് വളപ്പിലാണ് സംസ്കാരം നടക്കുക. പ്രശാന്ത് ചേരുന്നുണ്ട് കാവാലത്തു നിന്നുമുള്ള വിവരങ്ങളുമായി. പ്രശാന്ത്, അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? വിവരങ്ങൾ. സൗമ്യ, കാവാലം നാരായണ പണിക്കരുടെ ഭൗതിക ശരീരം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തു. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഗാനാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് മധ്യവേനൽ അവധിക്കാലത്ത് അദ്ദേഹം ഈ കാവാലത്ത് ശ്രീഹരിയിലെത്തുമായിരുന്നു. ഇവിടുത്തെ കുട്ടികളുമായി അദ്ദേഹം സംവദിക്കുകയും നാട്ടറിവുകൾ അവർക്ക് പകർന്നു നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അവരുടെ അറിവുകൾ പകർന്നു തന്ന ആ ആചാര്യന് അവർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവർ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ആ നാടൻ ശീലുകളും എല്ലാം തന്നെ ഇവിടെ ചൊല്ലുകയാണ്. വളരെയധികം ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു യാത്രയപ്പാണ്. അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപിച്ചിട്ടുള്ള സോപാന സംഗീതത്തിന്റെ വരികളും എല്ലാം തന്നെ ചൊല്ലിക്കൊണ്ട് ഗാനാഞ്ജലി അർപ്പിക്കുന്നു. ഇപ്പോൾ മൃതദേഹം ചിതയിലേക്ക് എടുത്തിരിക്കുന്നു. അല്പസമയത്തിനകം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് കുട്ടനാടിന്റെ താളം നെഞ്ചേറ്റിയ, കുട്ടനാടിന്റെ നിഷ്കളങ്കതയും എല്ലാം തന്നെ തന്റെ ശൈലിയിലും അല്ലെങ്കിൽ തന്റെ സാഹിത്യ അല്ലെങ്കിൽ നാടക രംഗങ്ങളിലെല്ലാം തന്നെ എഴുതുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്ത ഒരു നാടിന്റെ എല്ലാ തരത്തിലുള്ള സ്പന്ദനങ്ങളെയും തന്റേതായിട്ടുള്ള സൃഷ്ടികളിലൂടെ ലോകത്തിന് സമ്മാനിക്കുകയും ആ നാടിനെ, പ്രത്യേകിച്ച് കാവാലം പോലുള്ള ഒരു നാടിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള, അത്തരത്തിൽ തന്റെ സൃഷ്ടികളിലൂടെ ചെയ്ത് നാടിനെ എപ്പോഴും, നാടിന്റെ സ്മരണകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നാടിനെ ലോകത്ത് തന്നെ ശ്രദ്ധേയമാക്കുന്ന രീതിയിലേക്ക് ഒരു പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാടിന്റെ എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഓരോരുത്തരെയും കാണാൻ കഴിയും. എല്ലാവർക്കും അദ്ദേഹത്തിനോട് വ്യക്തിപരമായ ഓരോ കടപ്പാടുകളുണ്ട്. കാരണം തങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ചില ആളുകളെല്ലാം ഇവിടെ കാണാൻ കഴിഞ്ഞു. അവരെ നാടകത്തിലേക്കും അതുപോലെ തന്നെ അവർക്ക് നാടൻ ശൈലികൾ പകർന്നു നൽകുന്നതിലെല്ലാം തന്നെ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ആശാൻ എന്നാണ് കാവാലം നാരായണ പണിക്കർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തി, അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയൊരു ജനക്കൂട്ടത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കുരുന്നുകൂട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം നാടിന്റെ നാട്ടറിവുകൾ, അതായത് നന്മകൾ മറയുന്ന ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, നന്മകൾ കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, മനുഷ്യനെ എങ്ങനെ പ്രകടിപ്പിക്കുന്നതാണ്, മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഈ പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ ആഭാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. അല്പസമയത്തിന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഇപ്പോൾ കുരുന്നുകൂട്ടം അദ്ദേഹത്തിന്റെ ചിത ഒരുക്കുന്ന സമീപത്ത് തന്നെ നിൽക്കുകയാണ്. എല്ലാവരും വളരെയധികം, അതായത് അദ്ദേഹത്തിന് ആചാര്യന് പ്രണാമം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ കുരുന്നുകൂട്ടം തന്നെ ഉച്ചയ്ക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുവരുമ്പോൾ തന്നെ ആ കുരുന്നുകൂട്ടത്തിന്റെ അവർ ഏറ്റുചൊല്ലുന്ന ആ നാടൻ ശൈലികളുടെ എല്ലാം തന്നെ അകമ്പടിയോടുകൂടി തന്നെയായിരുന്നു ഭൗതിക ശരീരം തറവാട്ട് വീട്, ആലപ്പുഴ കാവാലം ചാലയിലെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വന്തം വീടായിട്ടുള്ള കാവാലം ശ്രീഹരിയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള, മൂത്ത മകനായിട്ടുള്ള ശ്രീഹരിയെ ഹരികൃഷ്ണനെ അടക്കം ചെയ്തിട്ടുള്ള മണ്ണിൽ പമ്പയാറിനോട് ചേർന്ന് തന്നെയാണ് കാവാലം നാരായണ പണിക്കരെയും സംസ്കരിക്കുക. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തന്നെ നടക്കുന്നു. മകൻ കാവാലം ശ്രീകുമാറാണ് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊടുത്ത് ഇപ്പോൾ അതിന്റെ പൂജാകർമ്മങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. അന്തിമോപചാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയാണ്. നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ എല്ലാ തരത്തിലും കുട്ടനാടിനെ വലിയൊരു തരത്തിൽ, കുട്ടനാടിന്റെ ഹൃദയതാളമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയുന്ന ഈ ജനജീവിതം മനസ്സിലാക്കാൻ നിലച്ചിരിക്കുന്ന കുട്ടനാടിന്റെ ഹൃദയതാളമാണ്. ആ ഹൃദയതാളം നിലച്ചിരിക്കുന്നു. എല്ലാവരും വളരെയധികം, അതായത് താളം നിലച്ച അല്ലെങ്കിൽ തങ്ങളുടെ ആചാര്യന്റെ ആ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു ജനസംഖ്യം ഇങ്ങോട്ട് ആർത്തലച്ച് വന്നിരിക്കുന്നത്. ഇനി പമ്പയാറിന്റെ തീരത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളും. അതുകൊണ്ട് ആ അവസാന നിമിഷം ആ ആചാര്യനെ ഒരു നോക്ക് കാണണം, അദ്ദേഹത്തെ തൊട്ട് വന്ദിക്കണം. കാൽത്തൊട്ട് വന്ദിക്കാനാണ് ഇത്രയും വലിയ ഒരു കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്നത്.
പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകളാണ് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി പ്രമുഖർ കാണാൻ വരുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ അദ്ദേഹം വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. അത്തരത്തിൽ കുട്ടികളുടെയൊക്കെ സാന്നിധ്യമൊക്കെ തന്നെയും ഉണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്നു. കാരണം കുരുന്നുകൂട്ടം എന്നൊരു കൂട്ടം തന്നെ മധ്യവേനൽ അവധിക്കാലത്ത് അദ്ദേഹം തറവാട്ടിലും ഈ വീടിന്റെ പരിസര പ്രദേശത്തുമായി എല്ലാം തന്നെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാ ഏപ്രിലും മധ്യവേനൽ അവധിക്ക് അദ്ദേഹം എത്തും. അദ്ദേഹം ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് നാടൻ ശൈലികളുടെ എല്ലാം തന്നെ പ്രയോഗങ്ങളും എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ ഘടനയും അല്ലെങ്കിൽ നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രങ്ങളെല്ലാം തന്നെ നാടൻ പാട്ടുകളിലൂടെയും എല്ലാം തന്നെ അവർ കൃത്യമായി പഠിപ്പിക്കുമായിരുന്നു. അതെല്ലാം ഈ കുരുന്നുകൂട്ടം വളരെ ആകാംക്ഷയോടെ കഴിഞ്ഞ ഏപ്രിലും കാത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു കുട്ടികളുടെ ഒരു തിയേറ്റർ. കാരണം കുട്ടികളിലൂടെ കല വളരണം, ഒപ്പം നാടിന്റെ സംസ്കാരം വളരണം എന്നെല്ലാം തന്നെയുള്ള ഒരു നിർബന്ധ ബുദ്ധി തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കുരുന്നു മനസ്സുകളിൽ കലയുടെ വിത്തെറിഞ്ഞ, പ്രത്യേകിച്ച് കാവാലത്തെ സംബന്ധിച്ച് കാവാലത്തിന്റെ വിത്തെറിഞ്ഞ ഒരു കാരണവരാണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഗാനാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ രചനകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റുചൊല്ലുന്നത്. ഇപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നാടൻശൈലികളെല്ലാം തന്നെ ഏറ്റുചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു യാത്രാമൊഴി നൽകുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് ശിഷ്യന്മാരാണ്, ആ ശിഷ്യന്മാരെല്ലാവരും തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഗാനാഞ്ജലി അർപ്പിക്കുന്നു. കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പ്രശാന്ത്, ഒരുപക്ഷെ ഈ ഒരു വിയോഗം അരങ്ങിന്റെ മേഖലയിലായാലും വരികളുടെ മേഖലയിലായാലും ഒക്കെ തന്നെയും ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ്. ഇത് എങ്ങനെയാണ് കാവാലം എന്ന പ്രദേശത്തെ അല്ലെ കുട്ടനാടിന്റെ ആ ഒരു സ്വാഭാവിക നാട്ടിൻപുറത്തുകാരെയൊക്കെ തന്നെയും എങ്ങനെയാണ് ഈ ഒരു വിടവ് അവിടെയൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? കാവാലത്തുകാരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള വാക്കുകൾ ഒതുക്കാൻ കഴിയാത്ത വലിയൊരു ദുഃഖം. കാരണം പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ഓരോരുത്തരും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി ഇവിടെ മറ്റ് ക്രമീകരണം ഒരുക്കാൻ വന്ന ഓരോരുത്തരും വ്യക്തിപരമായി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അത്രയേറെ. കാരണം ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് കാവാലത്തെ ഒരു നാട്ടുകാരനെ അദ്ദേഹം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് സ്നേഹിച്ചിരുന്നത്, ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് കൊണ്ടു നടന്നിരുന്നത്. അവരുടെ ഉള്ളിൽ കലയുടെ ഒരു ദൈവമുണ്ടെങ്കിൽ അത് തെളിയിക്കാനും അത് കൊണ്ടു നടക്കാനും അവരെ പ്രാപ്തരാക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ സഹായങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നെന്ന് ഓരോരുത്തരും ഇവിടെ പറയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ കാവാലത്തെ ആളുകളെ അവരെ വ്യക്തിപരമായി വളർത്തുന്നതിൽ, അവരുടെ ഉള്ളിൽ കലയുടെ അംശം വളർത്തുന്നതിൽ, അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിൽ എപ്പോഴും ഈ മണ്ണോട് ചേർന്ന് നിന്ന ഒരു അനുഗ്രഹീതനായിട്ടുള്ള ഒരു ആചാര്യൻ എന്നതിനേക്കാൾ ഒരു നാട്ടുകാരുടെ പ്രിയപ്പെട്ട ആശാൻ, ആ ഒരു ആശാനെ അന്ത്യയാത്ര നൽകാൻ വേണ്ടി നിരവധി പേർ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാവാലത്തുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു വലിയൊരു സ്വത്ത് ആണ് എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു വലിയൊരു പൊതുസ്വത്തിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാവാലത്തുകാർക്ക് എന്തെങ്കിലും, അതായത് കാവാലത്തുകാരെ സംബന്ധിച്ച് അവരെ പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ, അവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാം തന്നെ അദ്ദേഹം ഒരു കാരണവരെ പോലെ തന്നെ നിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് എല്ലാവരും വളരെ സ്മരിക്കുന്നു. തങ്ങളുടെ കുടുംബാംഗം അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയൊരു കാരണവരെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കാവാലത്തെ എല്ലാവരും അത് ഉൾക്കൊള്ളുകയാണ്. പക്ഷെ ആ ഒരു അന്ത്യാമൊഴി അല്ലെങ്കിൽ അന്ത്യയാത്രയ്ക്ക് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ടാണ് നിരവധി പേരെല്ലാം എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ വളരെയധികം തങ്ങളുടെ ഒരു കാരണവരെ നഷ്ടപ്പെട്ടു എന്ന തരത്തിലാണ് അവർ നമ്മളോട് ദുഃഖങ്ങൾ പങ്കുവച്ചത്. ഇനിയും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പുറത്ത് നിരവധി ആളുകൾ നിൽപ്പുണ്ടോ പ്രശാന്ത്? തീർച്ചയായും ഇവിടെ തലവരിയിൽ നിന്നും നിരവധി പേർക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തടക്കം പ്രദർശനത്തിൽ വെച്ചപ്പോഴും നിരവധി പേർ അന്ത്യോദയം അർപ്പിച്ചിരുന്നു. കുറെ പേർ ചാലായിലെ തറവാട്ട് വളപ്പിലും എത്തിയിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ എല്ലാവരും തന്നെ എത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ സിനിമാ താരം മഞ്ജു വാര്യർ അടക്കമുള്ളവരോട് എത്തിയിരുന്നു. മഞ്ജു വാര്യരെ തന്റെ ഒരു സൃഷ്ടിയിലൂടെ, പ്രത്യേകിച്ച് ശാകുന്തള സൃഷ്ടിയിലൂടെ തന്നെ അരങ്ങിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ ആലോചന എല്ലാം നടന്നിരുന്നു. എന്നാൽ അതൊന്നും നടക്കാതെ പോയി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. കാരണം ആചാര്യന്റെ ഈ ഒരു കാവാലം നാരായണ പ്രക്രിയ വിയോഗത്തോടു കൂടി ആ ഒരു പ്രൊജക്ട് തന്നെ
മാറ്റിവെക്കേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് തന്നെ എത്തിയിരുന്നു. എങ്കിലും ആചാര്യന് പ്രണാമം അർപ്പിക്കാൻ വേണ്ടി മഞ്ജു വാര്യർ അടക്കമുള്ളവർ ഇവിടെ തറവാട്ട് വള്ളത്തിലെത്തിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും ഒപ്പം അദ്ദേഹത്തിന്റെ രചനകൾ അതെല്ലാം തന്നെ എല്ലാ വേദികളിലും അവതരിപ്പിച്ചിട്ടുള്ള നെടുമുടി വേണു ഇവിടെ ഉണ്ട്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുള്ള കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു തീരാനഷ്ടം അല്ലെങ്കിൽ വലിയൊരു വിയോഗം തന്നെയാണ്. അദ്ദേഹവും ഇവിടെ എത്തിയിരിക്കുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അങ്ങനെ നിരവധി പേർ വിവിധ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് കവാലത്തേക്ക് ഒഴുകി വെക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയിലൂടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും 4:00 തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിതയിലേക്ക് എടുത്തു വെച്ച് മറ്റേ കർമ്മങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ കവാലം ശ്രീകുമാർ ആയിരിക്കും ചിതയ്ക്ക് തീ കൊളുത്തുക. അതിനു മുന്നോടിയായി ചിതയിൽ വെച്ചിരിക്കുന്ന മൃതദേഹത്തിന് ഭൗതിക ശരീരത്തിന് സമീപത്ത് നിന്ന് അവരെല്ലാവരും അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹം ആശിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ നാടൻ പാട്ടിന്റെ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള നാടൻ പാട്ടുകൾ അദ്ദേഹം ഇവർക്കെല്ലാം പകർന്നു നൽകുന്ന അറിവുകൾ ആ അറിവുകളെല്ലാം ആചാര്യന്റെ കാൽക്കലേക്ക് അർപ്പിച്ച് പ്രണാമം അർപ്പിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളോടെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നു. സൗമ്യ, ഒരുപക്ഷെ പ്രശാന്ത, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ നാടക കളരിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും നിരവധി ആളുകളാണ് നിരവധി പ്രമുഖരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. കാവാലത്ത് ഇപ്പോൾ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? സർക്കാരിനെ പ്രതിനിധീകരിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അവര് പുഷ്പചക്രം അർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ കളക്ടറും ജില്ലാ കളക്ടറും തുടങ്ങിയ പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയെയും വേണ്ടിയിട്ട് റാണി ജോർജ് പുഷ്പചക്രം സമർപ്പിച്ചു. സർക്കാർ അതായത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയിലൂടെ ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഈ ആചാര്യന് യാത്രാമൊഴി നൽകുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയും വളരെയധികം ചിട്ടയായിട്ടുമായിട്ടുള്ള സംസ്കാര ചടങ്ങിന്റെ പ്രവർത്തനം മറ്റും കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ വ്യക്തമാകും. നിരവധി പേർ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രമുഖ സിനിമ സംവിധായകനായിട്ടുള്ള ഫഹദ് ഫാസിൽ, അദ്ദേഹത്തിന്റെ മകൻ സിനിമാ താരമായിട്ടുള്ള ഫഹദ് ഫാസിൽ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അതായത് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നതിന്റെ സമീപത്ത് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അതായത് ആരും തന്നെ വന്ന് പെട്ടെന്ന് മടങ്ങിപ്പോകുന്ന ഒരു ബന്ധമല്ല, മറിച്ച് ആചാര്യൻ അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള പാഠങ്ങൾ അത്തരത്തിലുള്ള എല്ലാം അതായത് അദ്ദേഹത്തോട് മാനസികമായി അടുപ്പമുള്ളവർ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരൊന്നും ഒരു നോക്ക് കണ്ട് തിരിച്ചു പോവുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ യാത്രാമൊഴിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. അല്ലെങ്കിൽ ഇത് എല്ലാം തന്നെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു മനസ്സിന്റെ ദൃഢമായ ബന്ധത്തിന്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇവിടെ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ കൂടി. ഇപ്പോൾ സംസ്കാര ചടങ്ങ് കാവാലം ശ്രീകുമാറാണ് ചിതയ്ക്ക് മകൻ കാവാലം ശ്രീകുമാറാണ് ചിതയ്ക്ക് തീ കൊളുത്തുക. ഇപ്പോൾ ചിതയിലേക്ക് മൃതദേഹം എടുത്തു വെച്ചിരിക്കുന്നു. മറ്റേ നടക്കുകയാണ്. ബന്ധുക്കളും എല്ലാവരും തന്നെ ചുറ്റും ഇവിടെ നിൽക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ ഇതെല്ലാം തന്നെ പ്രകടമാണ്. അതായത് ഉച്ചയ്ക്ക് 2:30 തറവാട്ട് വളപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് അകമ്പടിയെ കൊണ്ടുവന്നത്. അതിനുശേഷം ഇവിടുത്തെ സംസ്കാര ചടങ്ങ് 2:30 തന്നെ 2:30-3 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന ഭൗതിക ശരീരം ഇവിടെ വച്ച ശേഷം സോപാന സംഗീതം ആലപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ ഗാനാഞ്ജലി. അപ്പോഴേക്കും കുരുന്നുകൂട്ടവും ഇവിടെ എത്തി. കുരുന്നുകൂട്ടവും അദ്ദേഹത്തിന് ഗാനാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കുരുന്നുകൂട്ടത്തിന്റെ ചെവി ഒരുക്കുന്ന ഭാഗത്ത് ഗാനാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് വളരെയധികം ഹൃദയത്തിന് വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു വാർത്ത. കാരണം ഒരു വലിയ അറിവിന്റെ നിറകുടം അദ്ദേഹം പകർന്നു നൽകിയ തിരുനാളങ്ങൾ, ആ തിരുനാളങ്ങൾ വളരെ ജ്വലിക്കുമ്പോൾ അവരുടെ ആചാര്യൻ അന്ത്യയാത്രയാകുന്നു. ആ അന്ത്യയാത്രയാകുമ്പോൾ അറിവിന്റെ നാളങ്ങൾ അഗ്നിയായിക്കൊണ്ട് അങ്ങ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ അദ്ദേഹം പകർന്ന അറിവുകൾ തന്നെയാണ്. ആ അറിവുകളാണ് ആചാര്യന്റെ കൽക്കീഴിലേക്ക് അവർ സമർപ്പിച്ചിരിക്കുന്നതും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു യാത്രാമൊഴി നൽകുന്നതും. അവിടെ പ്രശാന്ത്, അദ്ദേഹത്തിന് വിയോഗം നൽകുന്ന വല്ലാത്ത ഒരു ശൂന്യതയുണ്ട്. അരങ്ങിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുടനീളം തന്നെയുള്ള
നാടകത്തിൻ്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തി. ആ വിധത്തിലൊക്കെ എന്നാൽ അതോടൊപ്പം തന്നെ ഭൂമിയോടും പ്രകൃതിയോടും ഒക്കെ തന്നെയും ചേർന്ന് നിന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് കലയെ മറ്റൊരു തലത്തിൽ നിന്ന് വളർത്തിയെടുക്കുന്ന ഒരു വലിയ ദൗത്യമൊക്കെ വരച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം എങ്ങനെയായിരിക്കും ഈ മേഖലയൊക്കെ ബാധിക്കുക? പ്രത്യേകിച്ച് അരങ്ങ് ഒഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സ്വന്തം രചനകൾ ചില വ്യക്തികൾ സംവിധാന രംഗത്തേക്ക് സംവിധാനം ചെയ്യാൻ ധൈര്യപ്പെടാറില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ തൻ്റെ രചനകളെ പലതരത്തിലുള്ള രംഗാവിഷ്കാരങ്ങൾ നൽകുകയും ഒപ്പം അതിന് വലിയൊരു മനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ രചനകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഓരോ നാടകങ്ങളായാലും പരീക്ഷണങ്ങളായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ അംശങ്ങൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെ സ്വകാര്യ സംഭവങ്ങളെല്ലാം തന്നെ ചേർത്ത് വെച്ചുള്ള നാടകങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുരാണ നാടകങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ കർണവാരമടക്കമുള്ള നാടകങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ നടൻ മോഹൻലാലിനെ അടക്കം അരങ്ങിൽ വളരെയധികം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ചാരുത തന്നെ എല്ലാവർക്കും പ്രകടമാക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഇത്തരത്തിൽ നാടകരംഗത്ത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അരങ്ങ് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം കൃത്യമായി. അതായത് തിരശീല വീണു. പ്രത്യേകിച്ച് കാവാലം നാരായണ പണിക്കരുടെ നാടകത്തിന് ശരിക്കും തിരശീല വീണു എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ മരണശേഷവും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സൃഷ്ടികൾ വീണ്ടും അരങ്ങിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാമെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ശൂന്യത ഇവിടെ നിൽക്കുന്നു. അദ്ദേഹം ഒഴിഞ്ഞുപോയ ആ കസേര അങ്ങനെ തന്നെ കിടക്കുന്നു. ആ ഒഴിഞ്ഞ ഇതിനു മുന്നിലായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു ദുഃഖം കൂടിയുണ്ട്. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശിഷ്യന്മാരടക്കമുള്ളവർ പങ്കുവെക്കുന്നു. ഒപ്പം അദ്ദേഹം പകർന്നു നൽകിയ അദ്ദേഹത്തിന്റെ അറിവുകൾ എന്തായാലും പകർന്ന് ലഭിച്ചിട്ടുള്ള ശിഷ്യന്മാരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ മഹിമ ഇനിയും വാനോളം ഉയർത്തും. എന്തായാലും മരണാനന്തര ശേഷവും അദ്ദേഹം ഒരു ഈ നാടകകലയുടെ ആചാര്യൻ എന്നുള്ള ആ ഒരു പദവിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും സ്മരിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രശാന്ത്, ഒരുപക്ഷെ അങ്ങനെ നാടകത്തിൻ്റെ ആരും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കടന്നുപോകലൊക്കെ നടത്തുമ്പോഴും മറുഭാഗം ഇത്തരത്തിൽ കവിതകളുടെയൊക്കെ ഒരു തുടക്കം കുഞ്ഞുങ്ങളിൽ നിന്നാകണം എന്നൊരു നിശ്ചയദാർഢ്യവും പലപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് അക്ഷരങ്ങളുടെ വെളിച്ചം പകർന്നു നൽകാനൊക്കെയുള്ള ഒരു സമയം കണ്ടെത്തുന്ന ഒരു വലിയൊരു തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കാവാലം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട് കേന്ദ്രീകരിച്ചൊക്കെ ആ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും കാണുന്നത്? തീർച്ചയായും ഒരു നല്ലൊരു സംസ്കാരം, നല്ലൊരു സ്വഭാവം എല്ലാം വളരേണ്ടത് കുരുന്നുകളിലൂടെയാണ് എന്നുള്ള ഒരു ശാശ്വത സത്യം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം അത് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുമായി ചേർന്ന് കഥകളും കവിതകളും എല്ലാം പങ്കുവെച്ച് അദ്ദേഹം സമയം പ്രത്യേകിച്ച് മധ്യകാലത്ത് ആ കുട്ടികളെ കൊണ്ടുവരികയും അവരോട് നമ്മുടെ നാടിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കാനും എല്ലാം തന്നെ അദ്ദേഹം ഒരു പ്രത്യേക ഒരു താല്പര്യം കാണിച്ചിരുന്നു. എന്തെന്നാൽ കുട്ടികൾ, അതായത് നമ്മുടെ ഓരോ അറിവുകളും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടു ശൈലികളും പഴമൊഴികളും എല്ലാം തന്നെ മൺമറയുമ്പോൾ അതെല്ലാം ഇനി കാലാന്തരത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് കുരുന്നുകളിലൂടെ, പ്രത്യേകിച്ച് ഒരു കുരുന്നിനത് പകർന്നു കൊടുക്കുമ്പോൾ അത് വീണ്ടും വർഷങ്ങളോളം നിലനിൽക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെയും ഒരു മനഃശാസ്ത്രത്തിന്റെയും ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള കുട്ടികളെ അദ്ദേഹം പ്രാപ്തരാക്കിയത്. എല്ലാ മധ്യവേനൽ അവധിക്കാലത്തും ഇവിടെ വരുമ്പോൾ 100ഓളം കുട്ടികൾ ഇവിടെ എത്തും. ആ കുട്ടികൾക്ക് അദ്ദേഹം ഈ നാടിന്റെ പ്രത്യേകിച്ച് പമ്പയാറിന്റെ ഓളങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പാട്ടുകൾ പാടി ആ പാട്ടുകളും ആ പഴമൊഴികളും കുട്ടനാടിന്റെ നിഷ്കളങ്കത എന്താണ്, ഇവിടുത്തെ മണ്ണിന്റെ മണം എന്താണ്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പകർന്നു കൊടുക്കാൻ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചു. പ്രത്യേകിച്ച് ഈ തകഴി കുട്ടനാട്ടിന്റെ ജീവിത ചിത്രം എഴുതിയിരുന്നു. ടോംസ് കുട്ടനാട്ടിന്റെ വരക്കാഴ്ചകൾ പകർന്നു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കുട്ടനാടിന്റെ ഹൃദയതാളം നെഞ്ചേറ്റിയിട്ടുള്ള കുട്ടനാട്ടിൽ ഈ ഒരു അനുഗ്രഹീതനായിട്ടുള്ള ഈ ആചാര്യൻ കാവാലം നാരായണ പണിക്കർ ഇവിടുത്തെ കുട്ടികൾക്ക് പഴമൊഴികളും അതുപോലെ തന്നെയുള്ള ഈ നാടിന്റെ ശീലുകളും എല്ലാം തന്നെ പകർന്നു കൊടുക്കുന്നതിലും ഒരു താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ കുട്ടനാട്ടിന്റെ വലിയൊരു പാരമ്പര്യ തറവാട്ടിൽ തകഴിയും ടോംസും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലാണെങ്കിൽ തന്നെയും അതുപോലെ ഇപ്പോൾ കാവാലവും അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വലിയ, പ്രത്യേകിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ കുട്ടികൾക്ക്
ഇത്തരത്തിൽ അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്നത് ഒരുപക്ഷെ ഇത് വർഷങ്ങളോളം നിലനിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഏപ്രിലും ഇവർ ഒത്തുകൂടുന്നത്. അദ്ദേഹത്തിന്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു കാവാലത്ത് കുട്ടികളുടെ ഒരു തിയേറ്റർ എന്നുള്ളത്. കുട്ടികളുടെ ഒരു തിയേറ്റർ ഇവിടെ കൊണ്ടുവരികയും അതിലൂടെ നാടകവും കഥകളും കവിതകളും എല്ലാം ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സ്വപ്നം അദ്ദേഹം ബാക്കി വച്ചിരിക്കുന്നു. ആ ഒരു സ്വപ്നം ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായിരിക്കുന്നത്. അത് കുരുന്നുകൂട്ടത്തെ സംബന്ധിച്ച് വലിയൊരു ദുഃഖം തന്നെയാണ്. കാരണം അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷകളായിരുന്നു അത്തരത്തിലുള്ള തിയേറ്ററും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ. അത് കുട്ടികളെ ഇവിടെ നാടകം പഠിപ്പിക്കുമ്പോഴും കഥ പഠിപ്പിക്കുമ്പോഴും കവിതകൾ പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം കുട്ടികളുമായി ഇതെല്ലാം പങ്കുവച്ചിരുന്നു. ആ കുട്ടികളിലെല്ലാം തന്നെ ഒരു പ്രതിഭ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇവരെല്ലാവരും വളരേണ്ടതാണ്, കലകളിലൂടെ വളരേണ്ടവരാണ് എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ കുരുന്നുകൂട്ടങ്ങളെ വളരെ കൃത്യമായി അവരോട് കഥകൾ പറയുകയും കവിതകൾ പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള അവർ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ സംസ്കാരം ഏത് രീതിയിൽ മുന്നേറണം, ആ സംസ്കാരം മുന്നേറണമെങ്കിൽ കുട്ടികളുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ആ കുട്ടികളിലൂടെ തന്നെ വേണം ആ സംസ്കാരം പടർത്താൻ എന്നുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു അഗ്നിയുടെ അറിവിന്റെ തിരുനാളം പകർത്താൻ ഈ കുട്ടികളിലൂടെ സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ആ ആചാര്യൻ അത്തരത്തിലുള്ള അറിവുകൾ പകർന്നു നൽകിയിരിക്കുന്നു. ആ അറിവുകൾ ഇനി പകർന്നു നൽകാൻ ആചാര്യനില്ലല്ലോ എന്നുള്ള വലിയൊരു ദുഃഖം തന്നെയാണ് ആ കുരുന്നുകൂട്ടത്തെ സംബന്ധിച്ച് ഉള്ളത്. അവർ ആ ദുഃഖം അവർ മനസ്സിൽ ഉള്ളിൽ ഒതുക്കി പിടിക്കുമ്പോഴും ആചാര്യൻ പകർന്നു വന്നിട്ടുള്ള ആ അറിവുകൾ ഞങ്ങൾ ഇനിയും ഉറക്കെ അല്ലെങ്കിൽ ഇനിയും മറ്റു തലങ്ങളിലേക്ക് പകർത്തും എന്നുള്ളതിന്റെ വലിയൊരു സൂചനകൾ കൂടി അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്കിടയിലും ആ കുട്ടികൾ വ്യക്തമാക്കുന്നു. അതുതന്നെയാണ് കുരുന്നുകൂട്ടം എല്ലാവരും ഒരു കൂട്ടത്തോടെ എത്തി അദ്ദേഹത്തിന്റെ ചിതക്കരികിൽ നിന്ന് അവരാരും കരയാതെ ആചാര്യൻ പകർന്നു നൽകുന്ന ആ അറിവുകൾ പങ്കുവെക്കുന്നത്. ആ അറിവുകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയം ആ കുട്ടികളുണ്ട്. ആ കുട്ടികളാരും കരയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരുപക്ഷെ പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാടുമായി വല്ലാത്ത ഒരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അത് ചില വ്യക്തികളിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. അത് നാട്ടുകാരിൽ മുഴുവനിലേക്കായി തന്നെ ഒതുങ്ങി നിന്നിരുന്നു. ആ വിധത്തിലൊക്കെ നോക്കിയാൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെയും എങ്ങനെയായിരിക്കും കാവാലം പൊതുവിൽ അല്ലെങ്കിൽ ആ നാട് പൊതുവിൽ ഇത്തരം ഓർമ്മകളൊക്കെ ഓർമ്മിച്ചെടുക്കുന്നത്? തീർച്ചയായും വളരെ തീർത്തും ഗ്രാമീണരുള്ള അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുള്ള ഒരു നാടാണിത്. ആ കർഷക തൊഴിലാളികളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റു പറഞ്ഞിരുന്ന ആചാര്യനായിരുന്നു കാവാലം നാരായണ പണിക്കർ. പ്രത്യേകിച്ച് അദ്ദേഹം അസുഖബാധിതനായ അദ്ദേഹത്തിന് സുഖമില്ലാതെ പോലും അദ്ദേഹം തുടരുമ്പോഴും പലരും ഇവിടെ നിന്നും ഈ കാവാലത്ത് നിന്നും തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തെ കാണാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ശ്രദ്ധിച്ചിരുന്നവരോടെല്ലാം തന്നെ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ മടങ്ങി വരും വീണ്ടും ആ തറവാടിന്റെ മുറ്റത്തേക്ക്, നമുക്കെല്ലാവർക്കും കൈകൾ കോർത്ത് നമുക്ക് പാട്ടുകൾ പാടിയ നമുക്ക് വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാമെന്ന് പലരോടും അദ്ദേഹം പറയുമായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം വളരെയധികം പ്രത്യേകിച്ച് അവിടെ ചെല്ലുന്ന എല്ലാവരും വളരെ അവരുടെ ആചാര്യൻ അല്ലെങ്കിൽ ആശാന് സുഖമില്ല എന്നറിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവർ അവിടെ നിന്ന് മടങ്ങുന്നത് വളരെ സന്തോഷത്തോടുള്ള വാർത്തകൾ കേട്ടാണ്. കാരണം ഞാൻ തിരിച്ച് മടങ്ങിയെത്തുമെന്ന് അദ്ദേഹം ഇവരോട് പറയുമ്പോൾ വലിയൊരു ആത്മവിശ്വാസവും ഉള്ളിൽ എന്തിക്കൊണ്ടാണ് വീണ്ടും കാവാലത്തേക്ക് മടങ്ങിയെത്തുക, ആ വാർത്തകൾ പ്രചരിപ്പിക്കുക. അത്തരത്തിൽ വലിയൊരു ഹൃദയബന്ധം ഈ നാടുമായി അദ്ദേഹം കാണിച്ചിരുന്നു. ഇവിടെ നിന്ന് പോകുന്ന ഓരോ ആളുകളോടും അദ്ദേഹത്തിന്റെ വിവരങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് വയ്യാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അസുഖബാധിതനായി നിൽക്കുമ്പോൾ അബോധാവസ്ഥയിലായപ്പോഴെല്ലാം തന്നെ ബോധം വരുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് കാവാലത്തെ മണ്ണിലേക്ക് മടങ്ങണം എന്ന് അദ്ദേഹം മകൻ ശ്രീകുമാറിനോട് പറയുമായിരുന്നു. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് നമ്മളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ മണ്ണുമായി ഒരു വലിയൊരു ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഒരു ബന്ധം അല്ലെങ്കിൽ എപ്പോഴും കാവാലത്ത് വന്നു കഴിഞ്ഞാൽ ശ്രീഹരിയിലായാലും ചാലയിലെ തറവാട്ടിലായാലും അദ്ദേഹം വന്നിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രചനകൾ നടത്തുമ്പോൾ പോലും ഇവിടെ കാവാലത്ത് ശ്രീഹരിയിൽ വന്നിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രചനകൾ നടത്തുമ്പോൾ പോലും ആ ഉമ്മറത്തിരിക്കുമ്പോൾ നിരവധി പേർ കാണാൻ വന്നാലും അവരോടെല്ലാം തന്നെ സംസാരിക്കുകയും ഒപ്പം തന്നെ രചനകൾ മുഴുകുകയും ചെയ്തിരുന്ന ഒരു ആചാര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിയെന്നറിഞ്ഞാൽ എത്തുന്ന നിരവധി പേരുണ്ട് ഈ നാട്ടുകാർ. അവർക്ക് എല്ലാവർക്കും തന്നെ അവരെല്ലാവരും അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഓരോ രചനകളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ രചനകളിലും അദ്ദേഹം വളരെ നാടൻ ശൈലിയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ പോലും ഈ നാട്ടുകാരുമായി ഈ മണ്ണുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധത്തിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലും എല്ലാം തന്നെ അത്തരത്തിലുള്ളതായിരുന്നു. അത് കാവാലത്തെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ആ ദുഃഖത്തിലും ആചാര്യന്റെ വിയോഗത്തിലും ആ ദുഃഖത്തിലും അവർ കഴിയുന്നില്ല. മറിച്ച് ആ ആചാര്യനെ വളരെ
ധൈര്യത്തോടു കൂടി യാത്രയാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ധൈര്യവാന്മാരാണെന്നുള്ള സന്ദേശം കൊണ്ട് യാത്രയാക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ വികാര നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണിത്. അത്തരത്തിൽ ആ ഒരു ചടങ്ങായാലും മാറി ഒരു സംസ്കാര നടക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ വിലാപങ്ങൾ ആണ് സാധാരണ. എന്നാൽ വിലാപങ്ങൾക്കപ്പുറത്തേക്ക് ആചാര്യൻ പകർന്ന അറിവിന്റെ വലിയൊരു പ്രതിഫലനം, അല്ലെങ്കിൽ ആ അറിവ് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ള വാക്കുകളിലും തന്നെ വലിയ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയത്, ഇതാണ് നമുക്ക് പ്രചരിപ്പിക്കേണ്ടത്, ഇതാണ് നമ്മുടെ നാടിന് എന്നുള്ള തരത്തിലുള്ള സന്ദേശം തന്നെയാണ് ഈ സംസ്കാര ചടങ്ങിലും പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രശാന്ത്, നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു മകൻ 2009 മരിച്ച മൂത്ത മകൻ ശ്രീഹരിയുടെ അവിടെ തന്നെ വേണം അദ്ദേഹത്തിന്റെ മൃതദേഹവും സംസ്കരിക്കാനെന്ന്. ആ വിധത്തിൽ തന്നെയാണോ? തീർച്ചയായിട്ടും അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രത്യേക കുടുംബങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. സോപാനത്തിന്റെ മുഴുവൻ ചുമതലയും നോക്കി നടത്തിയിരുന്ന ഹരികൃഷ്ണനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ആ മകന്റെ അടുത്ത 7 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. ആ മകന്റെ ചിതക്കരികിൽ തന്നെ തനിക്കും അലിഞ്ഞു ചേരണം എന്ന് എപ്പോഴും കുടുംബാംഗങ്ങളോട് അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം അനുസരിച്ചുള്ള സംസ്കാര ചടങ്ങുകൾ തന്നെയാണ് നടക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ എല്ലാം തന്നെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ അദ്ദേഹം എഴുതിയിട്ടുള്ള വിവിധ, അതായത് പ്രത്യേകിച്ച് പമ്പയുടെയും വേമ്പനാടിന്റെയും പുന്നമടയുടെയും എല്ലാം തന്നെ താളങ്ങൾ അദ്ദേഹം എങ്ങനെ പകർന്നത്, ആ താളങ്ങൾ അദ്ദേഹം ഉച്ചരിച്ച ആ വരികൾ, അതെല്ലാം തന്നെ ഇവിടെ അവർ ഏറ്റുചൊല്ലുന്നതും അദ്ദേഹത്തിന്റെ ഒരു അന്ത്യാഭിലാഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വലിയൊരു യാത്രാമൊഴി, ഇത്രയും വളരെ ഒരുപക്ഷെ ജീവിതം ധന്യമായി തന്നെ ഒരു ആചാര്യൻ യാത്രയാകുന്നു എന്നുള്ളതാണ് ഒരു ആചാര്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ, കാരണം അദ്ദേഹം രാജാവിനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു യാത്രാമൊഴിയാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ എനിക്ക് നെടുമുടി വേണു അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ വരികൾ ചൊല്ലുകയാണ് എന്ന് തോന്നുന്നു. ആ വിധത്തിലുള്ള കാഴ്ചകളാണോ ഇപ്പോൾ കാവാലത്ത് നിന്ന് കാണാനാകുന്നത്? അതെ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, ശിഷ്യന്മാർ, അദ്ദേഹത്തെ നിന്ന് അറിവുകൾ സ്വീകരിച്ചവർ, ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ അടുത്തറിഞ്ഞവർ, അദ്ദേഹത്തോട് ചേർന്നവർ, അദ്ദേഹത്തിന്റെ ആസ്വാദകരായിട്ടുള്ള എല്ലാവരും ചേർന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു ചടങ്ങ്. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ വരികൾ ഏറ്റുചൊല്ലുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള നാടിൻ്റെതായിട്ടുള്ള ഓരോ വരികൾ, ആ നാടിന്റെ മണമുള്ള, അല്ലെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ നാടൻ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാടൻ ശീലുകൾ, ഇവിടുത്തെ കർഷകർക്കിടയിൽ പ്രയോഗിക്കുന്ന കഥകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റുചൊല്ലിക്കൊണ്ട് വികാരനിർഭരമായിട്ടുള്ള ഒരു യാത്രയപ്പ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നെടുമുടി വേണു അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അത് ഏറ്റുചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹവും ഇവരെല്ലാവരും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയൊരു ബന്ധം, ഒരു സാംസ്കാരിക ബന്ധം എന്നതിനേക്കാൾ ഉപരി, സാംസ്കാരിക സിനിമാ നടനുടെ ബന്ധത്തിനേക്കാൾ ഉപരി മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ളൊരു ബന്ധം, ആ ബന്ധത്തിന്റെ ദൃഢതയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു ഗാനാഞ്ജലി, ഒരു ഗാനസമർപ്പണമാണ് നമുക്ക് ഇവിടെ സാധിക്കുന്നത്. ഇവിടെ വിലാപങ്ങളല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വരികളാണ് ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെയധികം ഇവിടെ കാഴ്ചക്കാരും അല്ലെങ്കിൽ കേൾവിക്കാരും എല്ലാം ഇവിടെ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വലിയൊരു യാത്രാമൊഴി, അല്ലെങ്കിൽ ഒരു ആചാര്യനെ യാത്രയക്കുന്നു, ഇത്തരത്തിലായിരിക്കണം എന്നറിയാതെ അദ്ദേഹത്തിന് ഗാനാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഒരു അന്ത്യ യാത്രയാണ് ഇവിടെ നൽകുന്നത്. അതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പ്രശാന്ത്? ഇപ്പോൾ അവിടെ എല്ലാവരും കൂടുന്നതിന്റെ ഗാനാലോപനം എല്ലാം തന്നെയാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകളുമായി എല്ലാം തന്നെ സേനാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ നിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കും. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാരം. ഇപ്പോൾ ഈ ഒരു ഗാനാഞ്ജലിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. വീടിന്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ മകനെ അടക്കിയിരിക്കുന്നത്, അപ്പോൾ ഹരികൃഷ്ണൻ അടക്കിയിരിക്കുന്ന ആ മണ്ണോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത് ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഗാനാഞ്ജലിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ ഗാനാഞ്ജലി ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ അവർ ചൊല്ലുന്ന അദ്ദേഹത്തിന്റെ വരികളെല്ലാം അതിനെ ഏറ്റുചൊല്ലുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സേനാംഗങ്ങളെല്ലാവരും തന്നെ അദ്ദേഹത്തിന്
അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഗാനാഞ്ജലിക്ക് ശേഷം ആയിരിക്കും അത്തരത്തിലുള്ള പൂർണ്ണ ഔദ്യോഗിക ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അവിടെ മറ്റാരൊക്കെ പ്രമുഖരാണ് ഉള്ളത്? അപ്പം തന്നെ കുടുംബ ബന്ധുക്കൾ ആരൊക്കെയാണ്, അടുത്ത ബന്ധുക്കളൊക്കെ ആരൊക്കെ തന്നെയാണ് ഇപ്പോൾ ചടങ്ങിൽ അവിടെ ഉള്ളത്? നേരത്തെ നെടുമുടി വേണു അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു, മറ്റ് പ്രശസ്തരടക്കമുള്ളവർ. നേരത്തെ ഇവിടെ രാഷ്ട്രീയ സാമൂഹിക സംസ്കാരികളായ പലരും ചാലയിലെ തറവാട്ട് വളപ്പിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചതാണ് പോയത്. ഇപ്പോൾ ഇവിടെ പ്രശസ്ത സംവിധായകനായിട്ടുള്ള ഫഹദ് ഫാസിൽ, മകനും നടനുമായിട്ടുള്ള ഫഹദ് ഫാസിൽ, ഒപ്പം അനൂപ് ചന്ദ്രൻ, അങ്ങനെ നാടക രംഗത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്, പ്രത്യേകിച്ച് എല്ലാ ശിഷ്യരും ഈ മേഖലയിൽ വളരെ കഴിവുള്ള ചില ശിഷ്യന്മാരുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയെടുത്ത്, കാരണം ഓരോരുത്തരുടെ പേരെടുത്ത് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അത്തരത്തിൽ നമുക്കെല്ലാം തന്നെ അരങ്ങിലും അണിയറയിലും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ഓരോ ആളുകളെയും ഓരോ കലാകാരനാക്കി വളർത്തുന്നതിൽ, ഓരോ നല്ല വ്യക്തിയാക്കി വളർത്തുന്ന അദ്ദേഹം നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളവരും ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ വിപുലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉള്ള ആളുകൾ, ഇതൊരു മനസ്സുമായി ദൃഢമായിട്ടുള്ള ഒരു ബന്ധമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ആ വ്യക്തികളും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്തരിച്ച കാവാലം നാരായണ പണിക്കരുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. കാവാലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ അന്ത്യചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി കാവാലത്ത് എത്തിയിരിക്കുന്നത്. 2009 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ശ്രീഹരിയുടെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന അതിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിനും ചിതയൊരുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തന്നെ താൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാവാലം. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത്. കാവാലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും. പ്രശാന്ത്, അവിടെ നിന്നുള്ള ചടങ്ങുകളുടെ വിവരങ്ങൾ, ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകുക എന്നുള്ള ചടങ്ങാണ്. സേനാംഗങ്ങളെല്ലാം തന്നെ നിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ആദ്യഘട്ടത്തിൽ ചിതയിൽ ഇപ്പോൾ ഇതിലേക്കെടുത്ത് വെച്ച് ചടങ്ങുകൾ ഈ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിക്ക് ശേഷം മകൻ ശ്രീകുമാർ സിവിക്ക് തീ കൊടുത്തു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതെല്ലാം തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നിരവധി പേർ ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നു. എല്ലാവർക്കും കാണാനുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആചാര്യനെ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നു എന്നുള്ളത് കൂടി ഇവിടെ കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണം തന്നെ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ജീവിതത്തിലെ നാനാതുറ നിരവധി പേർ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. അവരെല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുകയാണ്. മകൻ കാവാലം ശ്രീകുമാർ ചിതയ്ക്ക് തീ കൊളുത്തുക. അതിനു മുമ്പ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സ്നേഹിതരും എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ഗാനാഞ്ജലി അതിപ്പോൾ സ്വാഗതിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയൊരു ഗാനാഞ്ജലി സമർപ്പണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു ആചാര്യനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള യാത്രാമൊഴി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനി അല്പസമയത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന്റെ ക്രമീകരണമെല്ലാം തന്നെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ഇപ്പോൾ ചില കർമ്മങ്ങളും മറ്റുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല നാടകമോ അല്ലെങ്കിൽ
ഗാനങ്ങളായോ ആ വിധത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക മേഖലയിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ അത്തരം ഇടപെടലുകൾ തൻ്റെ കലാമേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഒരു രീതി കൂടിയായിരുന്നു. ആ വിധത്തിൽ കൂടിയല്ലേ ഒരുപക്ഷെ ഇത്രയേറെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുമ്പോൾ, ഏറെ ജനങ്ങൾ എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ, സമൂഹത്തിൻ്റെ വിവിധ തലത്തിൽ നിന്നുള്ള ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനൊക്കെ ഒരു കാരണം അതുകൂടിയല്ലേ പ്രശാന്ത്? തീർച്ചയായിട്ടും ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചപ്പോൾ പോലും അദ്ദേഹം എപ്പോഴും മണ്ണിൽ തൊട്ടു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. പ്രത്യേകിച്ച് സാധാരണക്കാരോടൊപ്പം സാധാരണക്കാരന്റെ വിഷമങ്ങൾ, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം വളർന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് സർദാർ കെ.എം. പണിക്കരുടെ അദ്ദേഹത്തിന്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് കാവാലത്ത് വലിയൊരു സാഹിത്യത്തിന്റെ വിത്തെറിഞ്ഞ്, അത്തരത്തിൽ ആ വിത്ത് എറിഞ്ഞത് കേവലം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കല്ല, മറിച്ച് അദ്ദേഹം എറിഞ്ഞ വിത്ത് ഈ നാട്ടിൽ മുഴുവൻ പടരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം കലയുടെ വിത്തെറിഞ്ഞത്. സാംസ്കാരിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, അങ്ങനെ കേവലം ഒരു എഴുത്തുകാരനോ കേവലം ഒരു കവി എന്നതിനേക്കാളുപരി മണ്ണിനെ അറിയുന്ന വലിയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഈ നാടിനെ അറിയുന്ന വലിയൊരു മനുഷ്യൻ, അത്തരത്തിൽ വേണം ഒരു വിശേഷണം അദ്ദേഹത്തിന് നൽകാൻ. അല്ലാതെ ഒരു പ്രത്യേക താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകളോ അത്തരത്തിലുള്ള കീഴിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. മറിച്ച് ആളുകളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ, ഇവിടുത്തെ നാടിന്റെ ശീലുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും അത് സൃഷ്ടികളിലൂടെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകിച്ച് ഓരോ സംസ്കാരവും. കാരണം കലകളായാലും സാഹിത്യമായാലും എല്ലാം ഒരു നാടിന്റെ സംസ്കാരത്തെ പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ സൃഷ്ടികളിലൂടെ തന്നെ ഈ നാടിന്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. നാടകരംഗത്ത് ഒരു പരീക്ഷണങ്ങൾ നടത്തി ഇത്തരത്തിൽ വലിയ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ നാടകരംഗത്ത് പോലും സ്വന്തം സൃഷ്ടിയെ എടുത്തുകൊണ്ട് അത് സംവിധാനം ചെയ്യും അതിന് പല തരത്തിലുള്ള രംഗഭാഷ്യങ്ങൾ ചമക്കാൻ ഉള്ള ഒരു ധൈര്യവും ആർജവും അദ്ദേഹം കാട്ടി എന്നുള്ളതാണ് അതിൽ ഏറ്റവും തീവ്രമായ ഒന്ന്. അത്തരത്തിൽ ലോക ശ്രദ്ധയിൽ തന്നെ, ലോക നാടകവേദിയിൽ തന്നെ മലയാളത്തിന്റെ യശസ് ഉയർത്തി, ഇന്ത്യയുടെ യശസ് ഉയർത്തി എന്ന തരത്തിൽ വേണം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അഭിമാനിക്കേണ്ട അത്തരം കാര്യങ്ങളാണ്. അങ്ങനെ വലിയ ഒരു രീതിയിൽ നമ്മുടെ ഒരു വേറിട്ട, പ്രത്യേകിച്ച് ONV അടക്കമുള്ള കവികളുമായി അദ്ദേഹം വളരെയധികം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ONV-യുമായി വളരെയധികം ഹൃദയബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ശരിക്കും ഈ നാടിന് തൊട്ടറിയുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ എപ്പോഴും ONV ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഗണത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ കവാലം നാരായണപ്പള്ളി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാട്ടു കൂട്ടായ്മയിൽ എപ്പോഴും ഇത്തരത്തിലുള്ള കാരണവന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഒരു കാരണവരാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു കുടുംബാംഗത്വം നഷ്ടപ്പെട്ടു, കുടുംബത്തിലെ ഒരു വലിയ കാരണവരെ നഷ്ടപ്പെട്ടു. ആ ഒരു ദുഃഖത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ആ ഒരു ദുഃഖം പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി ആചാര്യന് വലിയൊരു തരത്തിൽ ഒരു യാത്രാമൊഴി നൽകാനാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അവർ ആ ദുഃഖമുണ്ടെങ്കിൽ അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് ആചാര്യം പകർന്നു തന്ന അറിവുകളിലൂടെ ആ അറിവുകൾ ഈ വളരെ പ്രതിഫലിക്കുമാറ്, അല്ലെങ്കിൽ ആ അറിവിന്റെ എല്ലാ വിധത്തിലുള്ള ഒരു പ്രതിഫലനം അദ്ദേഹം എന്താണ് ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്നുള്ളത് ഇവിടെ എത്തിയിരിക്കുന്ന ജനസഞ്ചയത്തെ കൂടി അവർ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നല്ല കാഴ്ചകൾ ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുള്ള ഒരു ക്രമീകരണമെല്ലാം തന്നെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മകൻ ശ്രീകുമാർ ചിക്കക്ക് തീ കൊളുത്തും. ഇപ്പോൾ ആ ഒരു സംസ്കാര ചടങ്ങിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനും തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അതിനുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തനത് നാടകവേദിക്ക് തുടക്കം കുറിക്കുന്നു. സംസ്കൃത നാടകങ്ങൾ പോലും ആ വിധത്തിൽ കാളിദാസിന്റെയും ഭാസിന്റെയും ഒക്കെ നാടകങ്ങൾ മലയാള വേദിയിലെത്തിക്കുന്നു. ആ വിധത്തിലൊക്കെ ഒരുപക്ഷെ വലിയവനായി നിൽക്കുമ്പോഴും അപ്രാപ്യനായിരുന്നില്ല സാധാരണക്കാർക്ക് പോലും. ചെറിയ കൂട്ടങ്ങളിൽ പോലും പാടിയും നാടൻ ശീലുകൾ അവതരിപ്പിച്ചും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ പലപ്പോഴും നമുക്ക് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു സാമീപ്യമൊക്കെ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പറയുന്ന ഏറ്റവും വലിയ പഴിമൊഴിയുണ്ട്, ഞെട്ടറ്റാൽ എപ്പോഴും കുറ്റിച്ചോട്ടിലാണെന്ന്. പലപ്പോഴും
കാരണവന്മാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞവൻ അദ്ദേഹം എന്നും ആ ഒരു ചോട്ടിൽ നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം എല്ലായിടത്തേക്കും അദ്ദേഹം നടന്നു കയറിയതും വീണ്ടും തിരിച്ച് അദ്ദേഹം എത്തുന്നത് ആ മണ്ണിൽ തന്നെ ചവിട്ടിയിരുന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സിദ്ധമായിട്ടുള്ള കാര്യം. എപ്പോഴും വലിയ സൃഷ്ടികൾ, അതായത് ഓരോരോ സൃഷ്ടികൾ ഉണ്ടാകുമ്പോഴും ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ എത്തുമ്പോഴും പത്മഭൂഷണ പുരസ്കാരങ്ങൾ എത്തുമ്പോഴും തന്നെയും അദ്ദേഹം എല്ലാം ഈ നാട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ വളർത്തിയവർക്കൊപ്പം എന്നും അദ്ദേഹം കൂട്ടായിരുന്നിരുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന സദസ്സുകളിലെ ആൾബലം നോക്കിയല്ല അദ്ദേഹം പങ്കെടുക്കുന്നു, മറിച്ച് ചെറുകൂട്ടങ്ങളാണെങ്കിൽ പോലും അവരോടൊത്ത് ആർത്തുല്ലസിച്ച് അറിവുകൾ പങ്കുവച്ചെല്ലാം തന്നെ അദ്ദേഹം പോകാൻ ഒരു പ്രത്യേക ശ്രദ്ധ അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ വലിയ ആരവങ്ങൾ, വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ പോയിരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ ഒത്തിരി ചെറു കൂട്ടങ്ങൾക്കുള്ളിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അറിവുകൾ പകരുമ്പോൾ അത് വലിയൊരു കൂട്ടത്തിന് തന്നെ പകരണമെന്നുള്ള നിർബന്ധബുദ്ധിയേക്കാൾ ഉപരി അറിവുകൾ വലുതും ചെറുതുമായ കൂട്ടങ്ങൾക്ക് എങ്ങനെ പകർന്നു നൽകാം എന്നുള്ളതിന്റെ ഒരു ഉദാത്ത മാതൃക കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട കുരുന്നുകൂട്ടം അടക്കമുള്ളത്. പ്രത്യേകിച്ച് ആ കുട്ടികളോട്, കാരണം അടുത്ത തലമുറയുടെ പ്രതീക്ഷ, അല്ലെങ്കിൽ ആ കുട്ടികളാണ് സമൂഹത്തിന്റെ പ്രതീക്ഷകളുടെ തിരിച്ചറിവ്. ആ കുട്ടികൾ വളരുമ്പോൾ ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ ഒരു വലിയ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കുട്ടികളോട് അദ്ദേഹം ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവെക്കാൻ പ്രത്യേക സമയം ചെലവഴിച്ചതും അവരെ ആ കൂട്ടായ്മയിലൂടെ തന്നെ കൊണ്ടുവന്ന് അവർക്ക് ഇത്തരത്തിൽ അറിവുകൾ പകർന്നു നൽകാൻ നിർബന്ധ ബുദ്ധി കാട്ടിയും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സൗമ്യ, ഇപ്പോൾ സംസ്കാര ചടങ്ങ് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോട് തന്നെയായിരിക്കും. അതിനുള്ള സജ്ജീകരണമെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് ഇവിടെ ഒരുക്കുകയാണ്. അല്പസമയത്തിൽ തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ തന്നെ സംസ്കാര ചടങ്ങ് നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം അധ്യക്ഷന്റെ മകൻ ശ്രീകുമാറായിരിക്കും ചിതയ്ക്ക് തീ കൊളുത്തുക. അതിനുള്ള ഒരു അവസാനവട്ട ക്രമീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാവാലം നാരായണ പണിക്കരുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കും. സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നാടക ആചാര്യന് കേരളം വിടയൊരുക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാവാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ മൂത്ത മകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം അവിടെയാണ് അദ്ദേഹത്തിന് ചിതയൊരുക്കുന്നത്. കേരളത്തിൻ്റെ തനത് നാടകവേദിക്ക് ആരംഭം കുറിച്ച ആചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് കേരളം വിട നൽകുകയാണ്. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി, അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനായി, അന്തിമ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി ഒക്കെ തന്നെയും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും ആകാതെ നിരവധി ആളുകൾ അവിടെയുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് പോലെ തന്നെ വ്യക്തമാണ്. പ്രത്യേകിച്ച് കാവാലം എന്ന നാടിന്, കുട്ടനാട് ആ മേഖലയ്ക്ക് തന്നെയും സുപരിചിതനായിരുന്നു അദ്ദേഹം. നാടകത്തിൻ്റെ മേഖലയിലൊക്കെ വലിയവനായി നിൽക്കുമ്പോഴും സാധാരണക്കാർക്കിടയിലേക്ക് നിന്ന് അവർക്കിടയിൽ നിന്ന് തൻ്റെ കലയെ വളർത്താൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. അവർക്കിടയിലാണ് തൻ്റെ കലാജീവിതം എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി കൂടിയായിരുന്നു ശ്രീ കാവാലം നാരായണ പണിക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗവും നാടിനും നാട്ടുകാർക്കും ഒന്നും ഇനിയും ഉൾക്കൊള്ളാനാകുന്നതല്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഇതുവരെയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കാനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ തനത് നാടകവേദിക്ക് തുടക്കം കുറിച്ച കാവാലം നാരായണ പണിക്കർ ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന് നാട് കലാകേരളം തന്നെ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ സംസ്കരിക്കും. കാവാലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം മൂത്ത മകനായ ശ്രീഹരി 2009 അന്തരിച്ചത്. ശ്രീഹരി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ചിത ഒരുക്കുന്നത്.
പ്രശാന്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രശാന്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്, ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സൗമ്യ, ഇപ്പോൾ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി പോലീസിന്റെ ഔദ്യോഗിക ബഹുമതി അല്ലെങ്കിൽ പോലീസിന്റെ ഒരു സല്യൂട്ടാണ് അത്. ആ ഒരു ചടങ്ങിന് ശേഷമായിരിക്കും പിന്നീട് സംസ്കാര മകൻ കവാലം ശ്രീകുമാർ ചിതയ്ക്ക് തീ കൊളുത്തുക. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു ഇത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാമായണത്തിന്റെ വരികൾ ചൊല്ലി പ്രത്യേകിച്ച് കവാലം ശ്രീകുമാർ അടക്കമുള്ളവർ അവിടെ നിന്നുകൊണ്ട് ഈ രാമായണം അല്ലെങ്കിൽ ഒരു അന്ത്യയാത്ര പോകുമ്പോൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു പ്രണാമം അർപ്പിക്കുന്നു. അതിനുശേഷമാണ് സംസ്കാരങ്ങളും മറ്റും നടക്കുക. ഇവിടെ അദ്ദേഹത്തിന്റെ സദൃശമായിട്ടുള്ള ഇപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ ഓർത്തെടുക്കുന്നത് കുട്ടനാട്ടിൽ നാടൻ കലകളുടെ ഏറ്റവുമായിട്ടുള്ള ഒരു കാവാലം ഗ്രാമത്തിൽ ആ ഒരു ചാലയിൽ തറവാട്ടിൽ പിറന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പ്രശസ്തി, പ്രത്യേകിച്ച് ഈ നാട്ടുകാരടക്കമുള്ളവർ പറയുന്നു അത്തരത്തിലുള്ള ഒരു പ്രശസ്തി, അതിന്റെ എല്ലാം തന്നെ പ്രതിഫലനത്തിന് ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു. പുറം നാടുകളിൽ നിന്ന് നിരവധി പേർ എത്തിയിരിക്കുന്നു തങ്ങളുടെ ആശാന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അത്തരത്തിൽ വളരെ അവരെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായിട്ടുള്ള, ദുഃഖമുണ്ടെങ്കിൽ തന്നെ വലിയൊരു അഭിമാനകരമായിട്ടുള്ള നിമിഷം കൂടിയായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാവാലത്തിന്റെ പ്രശസ്തി ഇത്തരത്തിൽ ഉയർത്തുന്നതിൽ വലിയൊരു നിർണായക പങ്കുവഹിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട ആശാന് അവർ അന്ത്യയാത്ര അല്ലെങ്കിൽ യാത്രാമൊഴി ഓതാൻ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ അവരുടെ ഇതോടുകൂടി തന്നെ, കാരണം വളരെ വികാരനിർഭരമായി തന്നെ യാത്രാമൊഴി നൽകുന്നു. അതിന്റെ സംസ്കാര ചടങ്ങുകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം എത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനും തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ സംസ്ഥാന സർക്കാർ നൽകും. അതിനുശേഷം മകൻ കാവാലം ശ്രീകുമാർ ചിതയ്ക്ക് തീ കൊളുത്തും. ഇപ്പോൾ ആ ഒരു സംസ്കാര ചടങ്ങിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവാലം നാരായണ പണിക്കരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും. സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും കാവാലത്ത് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വളപ്പിൽ സംസ്കാരം നടക്കുന്നത്. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള നാടക ശാഖയ്ക്ക് തന്നെ ഒരു പുത്തൻ ജീവൻ പകർന്ന, ഒരുപക്ഷെ പുതിയൊരു അടിത്തറ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് കാവാലം. ആ വിധത്തിലൊക്കെയും നാടകത്തിൻ്റെ മേഖലയിലായാലും പിന്നീട് വരികളുടെ മേഖലയിലൊക്കെ ആയാലും സജീവമായി നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ ഭാഗമായി കലയെ മാറ്റിയതിൽ വലിയ നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു കാവാലം നാരായണ പണിക്കർ. അദ്ദേഹമാണ് ഇപ്പോൾ അരങ്ങൊഴിഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വസതിയിൽ 25-ാം തീയതി രാത്രി 10 മണിയോടെ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കുട്ടനാട്ടിൽ പക്ഷെ നാടൻ കലകളുടെയൊക്കെയും ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കാവാലം ഗ്രാമത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പ്രശാന്ത്, ഒരുപക്ഷെ ആ ഒരു നാടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ആ നാടിൻ്റെയൊക്കെ ഒരു വിശുദ്ധി കൂടിയായിരുന്നില്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ ഉടനീളം പ്രതിഫലിച്ചിരുന്നതും അവസാന നിമിഷം വരെയും അതൊപ്പം അദ്ദേഹം കൊണ്ടു നടന്നതും? തീർച്ചയായും സൗമ്യ, നാടും പേരും ഒന്നായിരുന്നു നാരായണ പണിക്കർക്ക്. പ്രത്യേകിച്ച് കാവാലം അങ്ങനെ കാലം മറന്നിട്ടുള്ള നാട്ടുവാക്കുകളെല്ലാം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം വലിയൊരു അത്ഭുതമാണ് സാഹിത്യ മേഖല സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് കവിതയിലും നാടകത്തിലും അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചു. ഒപ്പം കാവാലത്തിന്റെ വാക്കിലും വരിയിലും ശരിയിലും എല്ലാം തന്നെ ഒരു കുട്ടനാട്ടുകാരന്റെ എല്ലാ തരത്തിലുള്ള ലാളിത്യങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം ഈ നാട് വിട്ടുകൊണ്ട് അനന്തപുരിയിലേക്ക് പോകുമ്പോൾ ആദ്യം അദ്ദേഹം നാട് വിട്ട് ആലപ്പുഴയിലേക്കാണ്, പിന്നീട് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് സ്ഥിരതാമസമാക്കിയത്. എങ്കിലും കാവാലം നാരായണപള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം താമസിക്കുന്ന ഇടങ്ങളെല്ലാം തന്നെ ഒരു ഗ്രാമമായി മാറുന്ന, പ്രത്യേകിച്ച് കാവാലം എന്ന ഗ്രാമമായി മാറുന്നതാണ് മലയാളികൾക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ചാലയിൽ തറവാട്ടിൽ ജനിച്ച നാരായണ പള്ളിക്കരെ സംബന്ധിച്ച് കാവാലത്തെ ഒരു മുങ്ങിത്തെപ്പിയപ്പോൾ പാട്ടുപരീക്ഷകളെയും അട്ടപ്പണ്ടാരങ്ങളെയെല്ലാം തന്നെ അദ്ദേഹം ചിത്രപ്പെണ്ണിനെയും വടിവേലിനെയും ഒക്കെയാണ് അദ്ദേഹത്തിന് കണ്ടുകിട്ടിയത്. അതെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളിൽ. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടുത്തെ ഈ സംസ്കാരം നിറഞ്ഞിട്ടുള്ള ഈ പമ്പയാറ്റിൽ മുങ്ങിത്തെപ്പിയപ്പോൾ കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ അതിനെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്കെല്ലാം തന്നെ ഒരു ചാരുത നൽകിയത്. ഒപ്പം കുടുംബക്ഷേത്രമായിട്ടുള്ള കാവാലം വാലടിക്കാവിൽ കുട്ടിക്കാലത്തെ ഉത്സവത്തിന് പോകുമ്പോൾ ആലിന് മുന്നിലുണ്ടായിരുന്ന ഒരു കടമ്പയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അവനവം കടമ്പ എന്ന ഒരു കാവാലത്തിന്റെ മനസ്സിൽ നിറഞ്ഞത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വളരെ മലയാള നാടകോതിൽ തന്നെ വളരെയധികം ഒരു മാറ്റത്തിനും അല്ലെങ്കിൽ ഒരു
മറ്റൊരു വഴി നൽകുന്ന രീതിയിൽ അതേ അങ്ങനെ ആ അത്തരത്തിലേക്ക് ആ സൃഷ്ടി മാറുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ആവനാഴി കടമ്പ മലയാള നാടകവേദിയുടെ കടമ്പകളെല്ലാം തന്നെ തട്ടിത്തെറിപ്പിച്ച ഒരു തനത് നാടകവേദിയുടെ ഒരു പിറവി കൂടിയായിട്ട് വേണം നമ്മൾ ആ രീതിയെ കാണാൻ. പ്രത്യേകിച്ച് മാത്രമല്ല, ആലപ്പുഴയിലെ കളരിയിൽ തനത് നാടകങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അനന്തപുരിയിലേക്ക് ഒരു മനസ്സ് മാറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ 1975 ആലപ്പുഴയിൽ നിന്നും തലസ്ഥാനത്തേക്ക് അദ്ദേഹം കലാസ്ഥാനം മാറ്റിയ കാവാലം പക്ഷെ കുട്ടനെയും കാവാലത്തെയും ഒരിക്കലും മറന്നില്ല. ആ കാവാലത്തെ എന്നും നെഞ്ചേറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക ഒരു ഇത് ആ നാട്ടിനോടുള്ള പ്രത്യേക സ്നേഹം തന്നെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല, ധനുമാസത്തെ ഉത്സവകാലത്ത് അദ്ദേഹം ഇവിടുത്തെ ക്ഷേത്രത്തിലെത്തുമായിരുന്നു. അങ്ങനെ കുടുംബത്തിന്റെ നേർച്ചയായിട്ടുള്ള മുടിയേറ്റടക്കം നടത്തുമായിരുന്നു. അങ്ങനെ കാവാലത്തിന് അതൊന്നും ഒഴിച്ചു നിർത്താനായിട്ടില്ല. കാരണം ഈ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഈ നാടാണ് തൻ്റേത് എല്ലാം എന്നുള്ള ഒരു വലിയൊരു നാടിനെ സ്നേഹിച്ച ഇത്രയേറെ വലിയൊരു സ്നേഹം നിറഞ്ഞൊരു പ്രതിഭ. ഒപ്പം പേരിനൊപ്പം കാവാലം എന്നുള്ള പേര് കൂടി ചേർത്തപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടും പേരും ഒന്നായിരുന്നു നാരായണപ്പള്ളിക്കരെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം കാവാലം ലോകമറിയുന്ന നാടക പ്രതിഭയായിരുന്നപ്പോൾ കാവാലത്തെ കുട്ടികൾക്കായി പോലും അദ്ദേഹം മുടങ്ങാതെ വന്നുപോയിട്ടുള്ള ഈ കുരുന്നുകൂട്ടവും കളരിയും കുട്ടികൾ തീർത്ഥവും എല്ലാം തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നാടൻ അവധിക്കാല ക്യാമ്പായി മാറി എന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിലുള്ള ഒരു കുരുന്നുകൂട്ടമാണ് നമുക്ക് ഇവിടെ നേരത്തെ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം നെഹ്റു ട്രോഫി ജലോത്സവം ഒരിക്കലും കാണാൻ കാവാലം ഒരിക്കലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നെഹ്റു ട്രോഫി എന്ന് പേര് കിട്ടിയ ജലോത്സവത്തിന്റെ തുടക്കമിട്ട് നെഹ്റു പങ്കെടുത്ത ആദ്യ ജലമേളയുടെ കാഴ്ചക്കാരിലൊരാളായി അദ്ദേഹം ഈ കാവാലം ഇരുന്നൊരു കാഴ്ചക്കാരിലൊരാളായിരുന്നു കാവാലം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അന്ന് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ മുല്ലക്കലിൽ വീട് വാങ്ങി താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 24 വയസ്സുള്ളപ്പോഴായിരുന്നു അത്തരത്തിലുള്ള ഒരു ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. എന്നാൽ ആലപ്പുഴക്കാരനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടുകാരനായിരുന്നു നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ പിന്നീട് അദ്ദേഹം ഒരിക്കലും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടും അതിനെ പ്രത്യേകിച്ച് ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. സൗമ്യ, ഒരുപക്ഷെ അത്തരത്തിലുള്ള ഓർമ്മകൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ചില വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കാതെ അല്ലെങ്കിൽ ചില ആളുകളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കാതെ നാടിനെ ഒട്ടാകെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളിൽ നിന്ന് തുടങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളിലാണ് എങ്കിൽ ആ വിധത്തിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗത്തിന്റെ ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് നാട് ഓർമ്മിച്ചെടുക്കുന്നത്? പ്രത്യേകിച്ച് കാവാലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴ ചുങ്കമ്പാലത്തിന് സമീപം അമ്മാവൻ ഡോക്ടർ KP പണിക്കരുടെ വീടായിട്ടുള്ള കപ്പാലത്ത് നിന്ന കാലത്ത് അദ്ദേഹം FDV ഹൈസ്കൂളിൽ പഠിക്കാൻ വന്നിരുന്നത്. കാവാലം നാരായണ പണിക്കരെ നാരായണൻ കുഞ്ഞെന്ന് വിളിക്കാൻ അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കല്ലേലി രാഘവൻ പിള്ള എന്ന സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഇത്തരത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നൊരു മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു, ജീവിച്ചിരിപ്പില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. ഒപ്പം ഈ SC കോളേജിൽ പഠിക്കുന്ന കാലത്ത് MK സാനുമാഷും കാവലും തുടങ്ങിയവരൊക്കെ അന്ന് അവരെല്ലാം തന്നെ ഒരു സഹപാഠികളായിരുന്നു. BA എക്കണോമിക്സ് കഴിഞ്ഞിട്ടാണ് കാവാലം വീണ്ടും നാട് വിട്ടത്. ഇത്തരത്തിൽ മദ്രാസ് ലോ കോളേജിൽ നിയമവിരുദ്ധം എടുക്കാനായിട്ടായിരുന്നു അത്തരത്തിലുള്ള പോക്ക്. പിന്നീട് ആലപ്പുഴ കോടതിയിൽ അഭിഭാഷകനായി എത്തി. അങ്ങനെ കോടതിയിൽ പോകുന്നതിനേക്കാൾ കവിതയുടെയും നാടകത്തിന്റെയും വക്കാലത്ത് കേൾക്കാനായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു താല്പര്യം എന്ന് പോലും എല്ലാവരും തന്നെ പറയുമായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒരു തരത്തിൽ അദ്ദേഹം ഈ നാടിനോടൊപ്പം നിൽക്കുകയും ഇവിടുത്തെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും എല്ലാം ചെയ്തു. ഈ പ്രത്യേകിച്ച് കല്ലേലി രാഘവൻപിള്ള അദ്ദേഹം മുൻ അധ്യാപകനും കാവാലം നാരായണപ്പള്ളിക്കരുടെ സഹപാഠി കൂടിയാണ് അദ്ദേഹം. പിന്നീട് അത്തരത്തിലുള്ള ഒരു ഓർമ്മകൾ പ്രത്യേകിച്ച് നാടിനെ എപ്പോഴും തൊട്ടറിഞ്ഞു നിൽക്കുന്നത്, എവിടെ പോയാലും ആ നാടിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതിൽ അദ്ദേഹം വളരെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ നാടിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അത് അദ്ദേഹം ജീവിതത്തിലുടനീളം അവസാന ഘട്ടം വരെ അത് പുലർത്തിയിരിക്കുന്നു. ഇപ്പോൾ അന്ത്യയാത്ര ചൊല്ലുന്നതും ആ മണ്ണിലേക്ക് തന്നെയാണ്. ആ മണ്ണിൽ നിന്നാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി എന്നുള്ളതുമാണ്. പ്രത്യേകിച്ച് പമ്പയിലെ കുഞ്ഞോളങ്ങൾ ഇനി അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷെ ആ ഓളങ്ങൾ നാടൻ ശീലുകൾ തീർക്കുന്നത്, കവിതകൾ തീർക്കുന്നത്. അത്തരത്തിൽ ആ ഓളങ്ങളേറ്റ് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ കാവാലത്ത് ശ്രീഹരിയിൽ ശാന്തനായി വളരെ ഇതെല്ലാം ആസ്വദിച്ച് ഉറങ്ങും എന്നുള്ളതാണ് ഇവിടുത്തെ ആസ്വാദകത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ അത്തരത്തിലുള്ള സ്വരങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത്.
പ്രശാന്ത്, അതോടൊപ്പം തന്നെ ഇപ്പം ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ചടങ്ങ് പുരോഗമിക്കുകയാണ്, സർക്കാരിൻ്റെ ഒപ്പം മറ്റ് ചടങ്ങുകളുടെ വിവരങ്ങളുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചില കർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി നൽകുക. അതിനായി സേനാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചടങ്ങ്, അതായത് പ്രത്യേക കുടുംബാംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. ഈ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമാണ് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകും. ആ ഔദ്യോഗിക ബഹുമതി നൽകിയതിനു ശേഷം, അതെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് അദ്ദേഹത്തിന് മകൻ അദ്ദേഹത്തിന്റെ ചിതയ്ക്ക്, കാവാലം നാരായണ പണിക്കരുടെ ചിതയ്ക്ക് തിരികൊളുത്തും. അതിനുശേഷം, അതായത് ആ ഒരു ചടങ്ങിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കർമ്മങ്ങളാണ് പ്രത്യേകിച്ച് നടക്കുന്നത്. ആ കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും പോലീസിന്റെ ഔദ്യോഗിക സല്യൂട്ട് അല്ലെങ്കിൽ അന്തിമ വികാരം നൽകുക. അതിലേക്ക് ആ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതാണ് ഇവിടെ ഓരോ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗമ്യ, അവസാനമായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഒരു നോക്ക് അദ്ദേഹത്തെ കാണുന്നതിനായി ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ പ്രമുഖരായിട്ട് ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്? അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് കാവാലത്തെ അടുത്തറിയുന്ന അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനങ്ങൾ, പിന്നെ പ്രമുഖ സംവിധായകനായിട്ടുള്ള ഫാസിൽ, നടൻ നെടുമുടി വേണു, അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ മകനും നടനുമായിട്ടുള്ള ഫഹദ് ഫാസിൽ, നാടക നടനായിട്ടുള്ള അനൂപ് ചന്ദ്രൻ, അങ്ങനെ നിരവധി പേർ, ജീവിതത്തിലെ നാനാതുറമുള്ള നിരവധി പേർ അദ്ദേഹത്തിന്റെ കാവാലം ശ്രീഹരിയിലെത്തിയിരിക്കുന്നു. നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. വന്നവരെല്ലാം തന്നെ ഇവിടെ ഒരു കൂട്ടമായി തന്നെ നിൽക്കുകയാണ്. കാരണം ഇത്രയും വികാര നിർഭരമായിട്ടുള്ളൊരു യാത്രാമൊഴി കേരളത്തെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള, അതായത് ഇത്തരത്തിൽ വലിയ അഭിമാന പുരസ്സരമുള്ള ഒരു യാത്രാമൊഴിയാണ് രാജാവിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇപ്പോൾ അതിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയിലൂടെയാണ് സംസ്കാരം. ഇപ്പോൾ പോലീസ് സേനാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ സംസ്ഥാന ചടങ്ങിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ശിവകുമാർ ആയിരിക്കും ചിതയ്ക്ക് തീകൊളുത്തുക. ഇപ്പോൾ ആ ഒരു സംസ്കാര ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് ചിതയിലേക്ക് ഇപ്പോൾ മൃതദേഹം എടുത്തിരിക്കുന്നു. ഇനി അല്പസമയത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ഇപ്പോൾ ചില കർമ്മങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രമുഖരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, അദ്ദേഹവുമായി അടുത്ത് ഇടപെടിയിരുന്ന ഇവിടുത്തെ മധ്യാഹ്ന അവധിക്ക് അദ്ദേഹവുമായി കൂട്ടുകൂടിയിരുന്ന ഇവിടുത്തെ കുരുന്നുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു യാത്രാമൊഴിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശ്രീഹരിയിലെ, കാവാലം ശ്രീഹരിയിലെ അദ്ദേഹത്തിന്റെ മകൻ ഹരികൃഷ്ണനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും കാവാലം നാരായണ മൃതദേഹം സംസ്കരിക്കുക. ആ ഒരു സംസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് സംസ്കാര ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകും. നാടക കുലപതി കാവാലം നാരായണ പണിക്കർക്ക് സാംസ്കാരിക കേരളം വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകളാണ് തത്സമയം കാവാലത്ത് നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്.